ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിർച്വൽ ക്ലാസ്. ഇന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട അതിലെ ഒരു ടോപ്പിക്കാണ് ഇൻ്റലിജൻസ്, ബുദ്ധി എന്നത്. അപ്പോൾ ബുദ്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്റലിജൻസ് ഗ്രൂപ്പ് ഫാക്ടർ സിദ്ധാന്തം ആരാണ് നിർദ്ദേശിച്ചത്? ഇന്റലിജൻസ് ഗ്രൂപ്പ് ഫാക്ടർ സിദ്ധാന്തം ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ തോണ്ടൈക്ക്, ഓപ്ഷൻ ബി ഗാർട്ട്നർ, ഓപ്ഷൻ സി എൽ തേഴ്സ്റ്റൺ, ഓപ്ഷൻ ഡി വെക്സ്ലർ. ഉത്തരം ഓപ്ഷൻ സി എൽ തേഴ്സ്റ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാളുടെ പരിസ്ഥിതിയെ കൈകാര്യം ചെയ്യുന്നതിനോ അമൂർത്തമായി ചിന്തിക്കുന്നതിനോ അറിവിനെ പ്രയോജനപ്പെടുത്തുന്നതിനോ ഉള്ള കഴിവ് എന്ന് വിളിക്കുന്നത് എന്തിനെയാണ്? അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ പരിസ്ഥിതിയെ കൈകാര്യം ചെയ്യാൻ, അമൂർത്തമായി ചിന്തിക്കാൻ, അയാളിലുള്ള അറിവിനെ പ്രയോഗിക്കാൻ, ഇതിനെല്ലാം ഉള്ള കഴിവ്, അതിനെ എന്തെന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ബുദ്ധി, ഓപ്ഷൻ ബി പ്രത്യേക കഴിവുകൾ, ഓപ്ഷൻ സി മനോഭാവം, ഓപ്ഷൻ ഡി ധീരത. ഉത്തരം ഓപ്ഷൻ എ ബുദ്ധി. അടുത്ത ക്വസ്റ്റ്യൻ, ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് സിദ്ധാന്തം ആരാണ് നിർദ്ദേശിച്ചത്? ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് സിദ്ധാന്തം ആരാണ് നിർദ്ദേശിച്ചത്? ഓപ്ഷൻ എ സ്കിന്നർ, ഓപ്ഷൻ ബി ഗാർട്ട്നർ, ഓപ്ഷൻ സി തോണ്ടൈക്ക്, ഓപ്ഷൻ ഡി റെയ്മണ്ട് കേറ്റൽ. ഉത്തരം ഓപ്ഷൻ ഡി റെയ്മണ്ട് കേറ്റൽ. കേറ്റലിന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ഇന്റലിജൻസിൽ രണ്ട് ഘടകങ്ങൾ ഉണ്ട് എന്നാണ്. അവയാണ് ഒന്ന് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആൻഡ് രണ്ടാമത്തത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എന്ത് പരിഹരിക്കാനാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് സഹായിക്കുന്നത്? അതായത് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഏത് കാര്യത്തെ പരിഹരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആ വ്യക്തിയെ സഹായിക്കുന്നത്? ഓപ്ഷൻ എ GK ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകാൻ, ജനറൽ നോളജ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉത്തരം നൽകാൻ. ഓപ്ഷൻ ബി പാറ്റേൺസ് അഥവാ പസിൽസ് പോലുള്ള പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്. ഓപ്ഷൻ സി മെമ്മറി ഗെയിമുകൾ പരിഹരിക്കുന്നതിന്. ഓപ്ഷൻ ഡി തലച്ചോറിന്റെ എല്ലാ പ്രവർത്തനത്തെയും സഹായിക്കുന്നതിന്. ഉത്തരം ഓപ്ഷൻ ബി പാറ്റേൺ, പസിൽ പോലുള്ള പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീർഘകാല മെമ്മറി, അറിവ്, അനുഭവം എന്നിവ ഏത് മെമ്മറിയിലാണ് രൂപപ്പെടുത്തുന്നത്? ദീർഘകാല മെമ്മറി, അറിവ്, അനുഭവം ഇവയെല്ലാം ഏത് മെമ്മറിയാണ് രൂപപ്പെടുത്തുന്നത്? ഓപ്ഷൻ എ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഓപ്ഷൻ ബി വ്യത്യസ്ത കഴിവ്, ബുദ്ധി, നിർദ്ദിഷ്ട കഴിവ്, ഓപ്ഷൻ സി നിർദ്ദിഷ്ട കഴിവ്, ഓപ്ഷൻ ഡി ബുദ്ധി. ഉത്തരം ഓപ്ഷൻ എ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, നല്ല ആശയവിനിമയത്തിന് ഏത് തരം ബുദ്ധിയാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ ദൃശ്യസ്ഥലപര ബുദ്ധി, ഓപ്ഷൻ ബി വാചിക ഭാഷാപര ബുദ്ധി, ഓപ്ഷൻ സി വ്യത്യസ്ത കഴിവ്, ഓപ്ഷൻ ഡി നിർദ്ദിഷ്ട കഴിവ്. നല്ല ആശയവിനിമയമാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി വാചിക ഓർ ഭാഷാപര ബുദ്ധി. വാചികവും ഭാഷാപരവുമായ ബുദ്ധിയാണ് നല്ല ആശയവിനിമയത്തിന് സഹായിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് തരത്തിലുള്ള ബുദ്ധിശക്തിയിൽ ശക്തരായ ആളുകളാണ് പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും പ്രശ്നങ്ങൾ യുക്തിപരമായി വിശകലനം ചെയ്യുന്നതിനും മികവ് കാണിക്കുന്നത്? അതായത് താഴെ പറഞ്ഞിരിക്കുന്ന തരം ബുദ്ധി, ഏത് തരം ബുദ്ധിയുള്ള ആളുകളാണ് പാറ്റേണുകൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പ്രശ്നങ്ങൾ യുക്തിപരമായി വിശകലനം ചെയ്ത് പരിഹരിക്കുന്നത്? ഓപ്ഷൻ എ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഓപ്ഷൻ ബി ദൃശ്യ ഓർ സ്ഥലപര ബുദ്ധി, ഓപ്ഷൻ സി ഭാഷാപര ബുദ്ധി, ഓപ്ഷൻ ഡി നിർദ്ദിഷ്ട കഴിവ്. ഉത്തരം ഓപ്ഷൻ എ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഏത് ഘടകമാണോ ഉള്ളത്? എല്ലാ പ്രവർത്തനങ്ങളിലും ഉള്ള ഘടകത്തെയാണ് എന്തെന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ എസ് ഫാക്ടർ, ഓപ്ഷൻ ബി G ഫാക്ടർ, ഓപ്ഷൻ സി C ഫാക്ടർ, ഓപ്ഷൻ ഡി D ഫാക്ടർ. ഉത്തരം ഓപ്ഷൻ ബി G ഫാക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സിദ്ധാന്തത്തിന്റെ വിപുലീകൃത രൂപമാണ് തേഴ്സ്റ്റന്റെ സിദ്ധാന്തം? തേഴ്സ്റ്റണും ബുദ്ധിയുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തം രൂപവൽക്കരിച്ചിട്ടുണ്ട്. അത് താഴെ പറയുന്നതിൽ ഏതിന്റെ വിപുലീകരിച്ചാണ് തേഴ്സൺ
സിദ്ധാന്തം രൂപീകരിച്ചത്? ഓപ്ഷൻ എ മൊണാർക്കിക് സിദ്ധാന്തം, ഓപ്ഷൻ ബി ആർക്കിക് സിദ്ധാന്തം, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് സിദ്ധാന്തം, ഓപ്ഷൻ ഡി ദ്വിഘടക സിദ്ധാന്തം. ഉത്തരം ഓപ്ഷൻ ഡി ദ്വിഘടക സിദ്ധാന്തം. ഫലപ്രദമായി പ്രവർത്തിക്കാനും യുക്തിസഹമായി ചിന്തിക്കാനും പരിസ്ഥിതിയെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള ഒരു മനുഷ്യന്റെ കഴിവ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആകെത്തുകയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ബുദ്ധിക്ക് ഇത്തരത്തിലൊരു നിർവചനം കൊടുത്തത് ആരാണ്? ഓപ്ഷൻ എ വെക്സ്ലർ, ഓപ്ഷൻ ബി തോണ്ടൈക്ക്, ഓപ്ഷൻ സി സ്കിന്നർ, ഓപ്ഷൻ ഡി ഗാർഡ്നർ. ഉത്തരം ഓപ്ഷൻ എ വെക്സ്ലർ. സ്പിയർമാൻ ഏത് ഘടകമാണ് വ്യക്തിഗത വ്യത്യാസങ്ങൾക്ക് കാരണം ആയിട്ട് പറഞ്ഞിട്ടുള്ളത്? സ്പിയർമാൻ ഏത് ഘടകത്തെയാണ് വ്യക്തിഗത വ്യത്യാസങ്ങൾക്ക് കാരണമായി പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ എസ് ഫാക്ടർ, ഓപ്ഷൻ ബി ജി ഫാക്ടർ, ഓപ്ഷൻ സി ജിയോഗ്രാഫിക്, ഓപ്ഷൻ ഡി ഹെറിറ്റബിൾ. ഉത്തരം ഓപ്ഷൻ എ എസ് ഫാക്ടർ. ചാൾസ് സ്പിയർമാൻ ദ്വിഘടക സിദ്ധാന്തത്തിന്റെ അതായത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട ദ്വിഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് സ്പിയർമാൻ. ഇദ്ദേഹം ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിശക്തിയിൽ 2 ഘടകങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 2 ഘടകങ്ങളാണ് ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ. ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള അതായത് സാമാന്യ ഘടകം, എസ് ഫാക്ടർ സ്പെസിഫിക് അഥവാ സവിശേഷ ഘടകം എന്നറിയപ്പെടുന്നു. ഈ 2 ജി ആൻഡ് എസ് ഇവ രണ്ടും കൂടി ചേർന്നാണ് ഒരു വ്യക്തിയിൽ മാനസികമായ കഴിവുകൾ വികസിക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തായിരുന്നു? ജി ആൻഡ് എസ് ഈ 2 ഫാക്ടറുകൾ തമ്മിൽ കൂടി ചേർന്നാണ് മനുഷ്യരിൽ മാനസികമായ കഴിവുകൾ വികസിച്ചു വരുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജി ഫാക്ടർ എന്ന് പറയുന്നത് അത് എല്ലാവരിലും കാണാൻ കഴിയുന്നതാണ്. എന്നാൽ എസ് ഫാക്ടർ, ജി ഫാക്ടർ ഒന്നേ കാണത്തുള്ളൂ. എസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അത് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കഴിവിനെ കുറിക്കുന്നു. അപ്പോൾ ഒരു വ്യക്തിയിൽ ചിലപ്പോൾ ഒന്നിലധികം കഴിവുകൾ കാണാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് സ്പെസിഫിക് ഫാക്ടറിന്റെ എണ്ണം കൂടുതലായിരിക്കും. ഈ സ്പെസിഫിക് ഫാക്ടർ അതായത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ എസ് ഫാക്ടർ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഈ എസ് ഫാക്ടർ ആണ് വ്യക്തിഗത വ്യത്യാസങ്ങൾക്ക് അതായത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് അയാളുടെ കഴിവുകളാണ്. അപ്പൊ അങ്ങനെ കഴിവുകൾ വ്യത്യാസപ്പെടുത്തുന്നതിന് കാരണം എന്താണ്? എസ് ഫാക്ടർ ആണ്. കേട്ടിട്ടിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അഡോളസെന്റ് സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 40 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അഡോളസെൻസ്? അഡോളസെൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, ഓപ്ഷൻ ബി ഹീറോ വർഷിപ്പിംഗ്, ഓപ്ഷൻ സി ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഓപ്ഷൻ ഡി ഡേ ഡ്രീമിംഗ്. ഉത്തരം ഓപ്ഷൻ സി ഇമോഷണൽ സ്റ്റെബിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, യുവർ മെമ്മറി ഓഫ് ഹൗ ടു ഡ്രൈവ് എ കാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഡാഷ് മെമ്മറി. ഒരു വാഹനം ഓടിക്കുക എന്നുള്ളത് നമ്മളുടെ ഏത് തരം മെമ്മറിയിൽ പെടുന്നതാണ്? അല്ലെങ്കിൽ അത് ഓടിക്കുന്നതിനെ കുറിച്ചുള്ള അറിവ് നമ്മളുടെ ഏത് മെമ്മറിയിലാണ് നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ഡിക്ലറേറ്റീവ്, ഓപ്ഷൻ ബി എപ്പിസോഡിക് ആൻഡ് ഓപ്ഷൻ സി പ്രൊസീഡ്യൂറൽ ആൻഡ് ഓപ്ഷൻ ഡി സ്ട്രക്ചറൽ. ഉത്തരം ഓപ്ഷൻ സി പ്രൊസീഡ്യൂറൽ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ആൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ്, ഓപ്ഷൻ സി ഇൻസൈറ്റ് ലേണിംഗ് ആൻഡ് ഓപ്ഷൻ ഡി കോഗ്നിറ്റീവ് ലേണിംഗ്. ഉത്തരം ഓപ്ഷൻ ബി ഓപ്പറന്റ് കണ്ടീഷനിങ്. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ നമുക്കറിയാം BF സ്കിന്നറുടേതാണ്. അദ്ദേഹത്തിന്റെ ലേണിംഗ് തിയറിയാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മെയിൻ ആസ്പെക്ട്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ്സ്. ഓപ്ഷൻ എ സീറോ റിജക്ഷൻ പോളിസി, ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ ഓഫ് CWSN in a least restrictive environment, ഓപ്ഷൻ സി ഫ്ലെക്സിബിലിറ്റി ഇൻ പ്ലാനിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. ഇതിൽ CWSN എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ് എന്നതാണ്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഓവർ ലേണിംഗ് ഈസ് എ സ്ട്രാറ്റജി ഫോർ എൻഹാൻസിങ് ഡാഷ്.
ഓവർ ലേണിംഗ് എന്ന് പറയുന്നത് എന്തിനെ എൻഹാൻസ് ചെയ്യുന്നു? നമുക്കറിയാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെമ്മറി, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി ആപ്റ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ഡി ഫോർഗെറ്റിംഗ്. ഉത്തരം ഓപ്ഷൻ എ മെമ്മറി. അതായത് നമ്മൾ കൂടുതൽ തവണ വായിക്കും തോറും അത് നമ്മുടെ മെമ്മറിയിൽ, അതായത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് എന്തായിട്ട് മാറുന്നു? നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെമ്മറി പവർ, അതായത് അത് ഓർത്തിരിക്കാനുള്ള ചാൻസ് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ? ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ ഹൈ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, ഓപ്ഷൻ ബി പെർസിസ്റ്റൻസ്, ഓപ്ഷൻ സി ലോ അച്ചീവ്മെന്റ്, ഓപ്ഷൻ ഡി എബോവ് ആവറേജ് ഇന്റലിജൻസ്. ഉത്തരം ഓപ്ഷൻ സി ലോ അച്ചീവ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, if a student frequently gets low academic grades much below than his potential level, he can be considered as an or a dash. Option A underachiever, option B gifted, option C mentally retarded, option D slow learner. അതായത് ഒരു കുട്ടിക്ക് എപ്പോഴും അക്കാഡമിക്കലി ഒരു ലോ ഗ്രേഡ് ആണ് ലഭിക്കുന്നത്. അതായത് അവൻ്റെ പൊട്ടൻഷ്യൽ ലെവലിനേക്കാൾ കുറഞ്ഞ ഒരു ഗ്രേഡാണ് അവന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവനെ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്? ഉത്തരം ഓപ്ഷൻ എ അണ്ടർ അച്ചീവർ എന്നുള്ളൊരു കാറ്റഗറിയിലാണ് ആ കുട്ടിയെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേജ് ഓഫ് ഫാസ്റ്റസ്റ്റ് ഫിസിക്കൽ ഗ്രോത്ത് ഈസ്? ഓപ്ഷൻ എ ഇൻഫാൻസി സ്റ്റേജ്, ഓപ്ഷൻ ബി ഏർലി ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ സി ലേറ്റർ ചൈൽഡ്ഹുഡ്, ഓപ്ഷൻ ഡി അഡോളസൻസ്. ഉത്തരം ഓപ്ഷൻ എ ഇൻഫാൻസി സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് നമ്മുടെ ഫിസിക്കൽ ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഫിസിക്കൽ ഗ്രോത്ത് നടക്കുന്നത് ഇൻഫാൻസി സ്റ്റേജിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നോർമലി ആൻ അഡോളസെന്റ് ഈസ് ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? അതായത് വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ നമ്മുടെ ഈ അഡോളസെന്റ് ഏജ് എന്ന് പറയുന്നത് അത് ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടീച്ചർ ഹു പ്രൊമോട്ട്സ് ക്രിയേറ്റിവിറ്റി ഇൻ ഹെർ ക്ലാസ് റൂം മസ്റ്റ് എൻകറേജ്. അതായത് ഒരു ക്ലാസ് റൂമിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ഒരു ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്, ഓപ്ഷൻ ബി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഓപ്ഷൻ സി ടീച്ചർ ടോക്ക്, ഓപ്ഷൻ ഡി ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഉത്തരം ഓപ്ഷൻ ബി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എ ടീച്ചർ ഈസ് ടു. അതായത് ഒരു ടീച്ചറിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഏതെന്ന് നോക്കാം. ഓപ്ഷൻ എ ഇമ്പാർട്ട് കണ്ടന്റ് നോളജ്, ഓപ്ഷൻ ബി മെയിൻറ്റെയിൻ സ്ട്രിക്ട് ഡിസിപ്ലിൻ എമംഗ് സ്റ്റുഡൻസ് ആൻഡ് ഓപ്ഷൻ സി ടീച്ച് പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, ഓപ്ഷൻ ഡി ഗൈഡ് പ്യൂപ്പിൾസ് ഗ്രോത്ത്. ഉത്തരം ഓപ്ഷൻ ഡി ഗൈഡ് പ്യൂപ്പിൾസ് ഗ്രോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, cultural expectations for male and female behavior are called. Cultural expectations for male and female behavior are called. Option A gender roles, option B gender bias, option C gender sensitivity, option D gender discrimination. ഉത്തരം ഓപ്ഷൻ എ ജെൻഡർ റോൾസ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് ലേണിംഗ്? താഴെ തന്നിരിക്കുന്നവയിൽ ലേണിംഗിന്റെ പ്രോഡക്റ്റ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി നോളജ്, ഓപ്ഷൻ സി മച്ചുറേഷൻ, ഓപ്ഷൻ ഡി സ്കിൽസ്. ഉത്തരം ഓപ്ഷൻ സി മച്ചുറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചോംസ്കി പ്രൊപ്പോസ് ദാറ്റ് ചിൽഡ്രൻ ലേൺ എ ലാംഗ്വേജ്. ഓപ്ഷൻ എ ത്രൂ ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി ത്രൂ കണ്ടീഷനിങ്, ഓപ്ഷൻ സി ബിക്കോസ് ദേ പൊസസ് ആൻ ഇന്നേറ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഓപ്ഷൻ ഡി ത്രൂ ഇമിറ്റേഷൻ ആൻഡ് റീഇൻഫോഴ്സ്മെന്റ്. ഉത്തരം ഓപ്ഷൻ സി ബിക്കോസ് ദേ പൊസസ് ആൻ ഇന്നേറ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. നമുക്കറിയാം ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസിന്റെ ഉപജ്ഞാതാവാണ് ആര്? നോം ചോംസ്കി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു കുട്ടി പ്രൊപ്പോസ് ചിൽഡ്രൻ ലേൺ എ ലാംഗ്വേജ്, കുട്ടികൾ ലാംഗ്വേജ് പഠിക്കുന്നത് ഏത് വഴിയാണ്? ബിക്കോസ് ദേ പൊസസ് ആൻ ഇന്നേറ്റ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ സൈക്കോളജി പ്രൊജക്ഷൻ റെഫേഴ്സ് ടു എ. അതായത് പ്രൊജക്ഷൻ എന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ മെന്റൽ ഡിസോർഡർ, ഓപ്ഷൻ ബി ടീച്ചിങ് മെത്തേഡ്, ഓപ്ഷൻ സി ഡിഫൻസ് മെക്കാനിസം, ഓപ്ഷൻ ഡി മെമ്മറി ടെക്നിക്ക്. ഉത്തരം ഓപ്ഷൻ സി ഡിഫൻസ് മെക്കാനിസം ആണ്. ഈ പ്രൊജക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്നത് റെഫർ ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു ഡിഫൻസ് മെക്കാനിസത്തെയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് ഓർ ആക്ട്സ് പ്രൊവൈഡ്സ് സ്പെഷ്യൽ പ്രിവിലേജസ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? താഴെ പറയുന്ന ആക്ട്സിൽ ഏതാണ് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്ന ആക്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ PWD ആക്ട് 1995, ഓപ്ഷൻ ബി നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി RTE ആക്ട് 2009. ഉത്തരം ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. അതായത് മുകളിൽ തന്നിരിക്കുന്ന PWD ആക്ട് 1995ഉം നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999ഉം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ പ്രിവിലേജസ് കൊടുക്കുന്ന ആക്ടുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ് റിഗാർഡിംഗ് ക്രിയേറ്റിവിറ്റി? അതായത് ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് അല്ലാത്തത്, അതായത് ക്രിയേറ്റിവിറ്റിയുടേതല്ലാത്തത് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ എ, ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡൈവേർജന്റ് തിങ്കിങ്. ഓപ്ഷൻ ബി, ക്രിയേറ്റിവിറ്റി ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സംതിങ് ന്യൂ. ആൻഡ് ഓപ്ഷൻ സി, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഓപ്ഷൻ ഡി, ക്രിയേറ്റിവിറ്റി റിക്വയർസ് ഫ്രീഡം ഓഫ് തോട്ട്. ഉത്തരം ഓപ്ഷൻ സി, ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട് യൂണിവേഴ്സൽ എന്നതാണ്. ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ബേസിക് എക്സ്പെരിമെന്റ് ഓഫ് പാവ്ലോവ് ഓൺ കണ്ടീഷനിങ് ഫുഡ് ഈസ് ദ? ഓപ്ഷൻ എ, കണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഓപ്ഷൻ ബി, കണ്ടീഷൻഡ് റെസ്പോൺസ്. ഓപ്ഷൻ സി, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ആൻഡ് ഓപ്ഷൻ ഡി, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഉത്തരം ഓപ്ഷൻ ഡി, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചോദകം, അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ചൈൽഡ് ഹൂസ് മെന്റൽ ഏജ് ഈസ് മച്ച് ലോവർ ദാൻ ഹിസ് ക്രോണോളജിക്കൽ ഏജ് ക്യാൻ ബി കൺസിഡേർഡ് ആസ്? അതായത് ഒരു കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജ് വെച്ച് നോക്കുമ്പോൾ ആ കുട്ടിയുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കുറവാണ് ആ കുട്ടിയുടെ മെന്റൽ ഏജ് എങ്കിൽ താഴെ പറയുന്ന ഓപ്ഷൻസിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ ആ കുട്ടിയെ കൺസിഡർ ചെയ്യുന്നത്? ഓപ്ഷൻ എ, ഇന്റലക്ച്വലി സുപ്പീരിയർ. ഓപ്ഷൻ ബി, ഇന്റലക്ച്വലി ആവറേജ്. ഓപ്ഷൻ സി, ഇന്റലക്ച്വലി സബ് നോർമൽ. ഓപ്ഷൻ ഡി, ഇന്റലക്ച്വലി നോർമൽ. ഉത്തരം ഓപ്ഷൻ സി, ഇന്റലക്ച്വലി സബ് നോർമൽ എന്ന കാറ്റഗറിയിലാണ് ആ ഒരു ക്രോണോളജിക്കൽ ഏജിനേക്കാൾ മെന്റൽ ഏജ് കുറവാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഏത് ഗ്രൂപ്പിലാണ്? ഇന്റലക്ച്വലി സബ് നോർമൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹു എമംഗ് ദ ഫോളോയിങ് ഡെവലപ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഓപ്ഷൻ എ, ജെറോം എസ് ബ്രൂണർ. ഓപ്ഷൻ ബി, Jean Piaget. ഓപ്ഷൻ സി, ലെവ് വൈഗോട്സ്കി. ഓപ്ഷൻ ഡി, ഡേവിഡ് അസുബൽ. ഉത്തരം ഓപ്ഷൻ ബി, Jean Piaget. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് ജെറോം എസ് ബ്രൂണർ? താഴെ തന്നിരിക്കുന്നവയിൽ ജെറോം എസ് ബ്രൂണറിന്റെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ, ഡിസ്കവറി ലേണിംഗ്. ഓപ്ഷൻ ബി, സ്പൈറൽ കരിക്കുലം. ഓപ്ഷൻ സി, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ഓപ്ഷൻ ഡി, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഉത്തരം ഓപ്ഷൻ സി, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ, compensatory education is mean for? Compensatory education is mean for option A, gifted children, and option B, socially and culturally deprived children. Option C, mentally retarded children. Option D, learning disabled children. അതായത് ഈ പറഞ്ഞ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആർക്ക് വേണ്ടി ഇതിലുള്ളതാണ്? ഓപ്ഷൻ ബി. ഉത്തരം ഓപ്ഷൻ ബി, സോഷ്യലി ആൻഡ് കൾച്ചറലി ഡിപ്രൈവ്ഡ് ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഡാഷ് ദ റേറ്റ് ഓഫ് റെസ്പോണ്ടിങ്? അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഡാഷ് ദ റേറ്റ് ഓഫ് റെസ്പോണ്ടിങ്. ഓപ്ഷൻ എ, ഡിക്രീസസ്. ഓപ്ഷൻ ബി, ഇൻക്രീസസ്. ഓപ്ഷൻ സി, നെയ്തർ ഇൻക്രീസ് നോർ ഡിക്രീസസ്. ഉത്തരം ഓപ്ഷൻ ബി, ഇൻക്രീസസ്. നമുക്കറിയാം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രബലനം നമ്മൾ കൊടുക്കുമ്പോൾ അതനുസരിച്ച് കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും? റെസ്പോൺസിന്റെ എമൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സീക്വൻസ് ദ ഫോളോയിങ് മോട്ടോർ ആക്ടിവിറ്റീസ്? താഴെ തന്നിരിക്കുന്ന മോട്ടോർ ആക്ടിവിറ്റീസിനെ നമ്മൾ എങ്ങനെ ഒരു സീക്വൻസ് ആക്കി, അതായത് ഒരു ചെയിൻ, ഒരു ശൃംഖല രൂപത്തിലാക്കും? ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. ക്രൗളിംഗ്, ക്ലൈംബിംഗ്, ജമ്പിങ് ആൻഡ് വാക്കിംഗ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന 4 ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ തന്നിരിക്കുന്ന മോട്ടോർ ആക്ടിവിറ്റീസിനെ നമ്മളൊരു സീക്വൻസ് ആയിട്ട് രൂപപ്പെടുത്തണം. അപ്പോൾ നമ്മൾ പലതരത്തിൽ സീക്വൻസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് ഏത് രീതിയിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് ക്രൗളിംഗ്, ദെൻ വാക്കിംഗ്, ദെൻ ക്ലൈംബിംഗ് ആൻഡ് ജമ്പിംഗ്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ മോട്ടോർ ആക്ടിവിറ്റീസിനെ സീക്വൻസ് ചെയ്തിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചർ? ഒരു താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചറിന്റെ ക്യാരക്ടർ അല്ലാത്തത്? ഓപ്ഷൻ എ മെന്റർ, ഓപ്ഷൻ ബി ഫെസിലിറ്റേറ്റർ, ഓപ്ഷൻ സി അതോറിറ്റേറിയൻ ആൻഡ് ഓപ്ഷൻ ഡി ഡെമോക്രാറ്റിക് ലീഡർ. ഉത്തരം ഓപ്ഷൻ സി അതോറിറ്റേറിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡിഫൻസ് മെക്കാനിസം? താഴെ തന്നിരിക്കുന്നവയിൽ ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ റിസപ്ഷൻ, ഓപ്ഷൻ ബി ഡിപ്രഷൻ, ഓപ്ഷൻ സി റിയാക്ഷൻ ഫോർമേഷൻ, ഓപ്ഷൻ ഡി റാഷണലൈസേഷൻ. ഉത്തരം ഓപ്ഷൻ എ റിസപ്ഷൻ. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ഡിഫൻസ് മെക്കാനിസം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ റിസപ്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എൻക്വയറി ബേസ്ഡ് മെത്തേഡ്? താഴെ തന്നിരിക്കുന്നവയിൽ ഒരു എൻക്വയറി ബേസ്ഡ് മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ പ്രോജക്റ്റ്, ഓപ്ഷൻ ബി ഡിസ്കഷൻ, ഓപ്ഷൻ സി സെമിനാർ, ഓപ്ഷൻ ഡി സിംപോസിയം. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതാണ് ഇവിടെ എൻക്വയറി മെത്തേഡ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ പ്രോജക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ പ്രോജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഫക്റ്റീവ് ടീച്ചിങ് ഈസ് മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ. താഴെ തന്നിരിക്കുന്ന 4 ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ എഫക്റ്റീവ് ടീച്ചിങ് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓപ്ഷൻ ബി ടീച്ചേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്, ഓപ്ഷൻ സി ടീച്ചേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ടീച്ചിങ് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റുഡൻസ് ലെവൽ ഓഫ് ഇന്റലിജൻസ്. ഉത്തരം ഓപ്ഷൻ എ ടീച്ചേഴ്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് മെമ്മറി ഈസ് കോൾഡ്. ഗെറ്റിംഗ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് മെമ്മറി ഈസ് കോൾഡ്. ഓപ്ഷൻ എ റിട്രീവൽ, ഓപ്ഷൻ ബി എൻകോഡിംഗ് ആൻഡ് ഓപ്ഷൻ സി സ്റ്റോറേജ് ആൻഡ് ഓപ്ഷൻ ഡി ഡീകോഡിംഗ്. ഉത്തരം ഓപ്ഷൻ എ റിട്രീവൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ഹൊവാർഡ് ഗാർഡനർ? താഴെ തന്നിരിക്കുന്നവയിൽ ഹൊവാർഡ് ഗാർഡനറുടെ കോൺട്രിബ്യൂഷൻ ഏതാണ്? ഓപ്ഷൻ എ മൾട്ടി ഫാക്ടർ തിയറി ഓഫ് ഇന്റലിജൻസ്, ഓപ്ഷൻ ബി 2-factor തിയറി ഓഫ് ഇന്റലിജൻസ്, ഓപ്ഷൻ സി മൾട്ടി ഡയമെൻഷണൽ തിയറി ഓഫ് ഇന്റലിജൻസ്, ഓപ്ഷൻ ഡി തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ്. ഉത്തരം ഓപ്ഷൻ ഡി തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. നമുക്കറിയാം തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവാണ് ആര്? ഹൊവാർഡ് ഗാർഡനർ. അടുത്ത ക്വസ്റ്റ്യൻ, റെസിപ്രോക്കൽ ടീച്ചിങ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ് ആർ ബേസ്ഡ് ഓൺ ദ എഡ്യൂക്കേഷണൽ ഐഡിയാസ് ഓഫ്. താഴെ നമുക്ക് കുറച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട തിയറീസ്, അതായത് ലേണിംഗ് തിയറീസിന്റെ ഉപജ്ഞാതാക്കളുടെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരിൽ ആരുടെ എഡ്യൂക്കേഷണൽ ഐഡിയയിൽ വരുന്നതാണ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടീച്ചിങ്ങും കോപ്പറേറ്റീവ് ലേണിംഗ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ BF സ്കിന്നർ, ഓപ്ഷൻ ബി ജീൻ പിയാഗറ്റ്, ഓപ്ഷൻ സി വൈഗോട്സ്കി ആൻഡ് ഓപ്ഷൻ ഡി എസുബൽ. ഉത്തരം ഓപ്ഷൻ സി വൈഗോട്സ്കിയുടെ ഇതിലാണ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടീച്ചിങ്ങും കോപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ വരുന്നത്. ആരുടെ ഒരു ഐഡിയ ആണ്? എഡ്യൂക്കേഷണൽ ഐഡിയ ആണ്. വൈഗോട്സ്കിയുടെ എഡ്യൂക്കേഷണൽ ഐഡിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കവേഴ്സ് ചിൽഡ്രൻ ബിറ്റ്വീൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ്. ഓപ്ഷൻ എ 6 to 18 years, ഓപ്ഷൻ ബി 6 to 14 years, ഓപ്ഷൻ സി 6 to 15 years, ഓപ്ഷൻ ഡി 6 to 17 years. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു നേരത്തെ ഒരു എഡ്യൂക്കേഷണൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇതനുസരിച്ച് പണ്ട് എന്തായിരുന്നു ഈ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് 6 to 14 years വരെയുള്ള കുട്ടികളെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നമ്മുടെ 2020 വന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ അനുസരിച്ച് ഇതിലൊരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. 6 to 14 എന്നത് മാറിയിട്ട് 6 to 18 വരെയാണ് ഇതിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇമോഷണലി ഇന്റലിജന്റ് പേഴ്സൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ്. ഇമോഷണലി ഇന്റലിജന്റ് പേഴ്സൺ ഈസ് ക്യാരക്ടറൈസ്ഡ് ആസ് എംപതറ്റിക്, ഓപ്ഷൻ ബി സിമ്പതറ്റിക് ആൻഡ് ഓപ്ഷൻ സി അഗ്രസീവ് ആൻഡ് ഓപ്ഷൻ ഡി ഇമ്പൾസീവ്. ഉത്തരം ഓപ്ഷൻ എ എംപതറ്റിക്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടെനറ്റ് ഓഫ് ബിഹേവിയറിസം. അതായത് ബിഹേവിയറിസത്തിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബിഹേവിയറിസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തിൻ്റെ പോയിന്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, ഓപ്ഷൻ ബി ലേണിംഗ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, ഓപ്ഷൻ സി ഓൾ ഇൻഡിവിജ്വൽ ഹാസ് സെൽഫ് ആക്ച്വലൈസേഷൻ ടെൻഡൻസി, ഓപ്ഷൻ ഡി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആർ ദ ബേസിസ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. ഉത്തരം ഓപ്ഷൻ എ സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. നമുക്കറിയാം ബിഹേവിയറിസം അനുസരിച്ച് എന്താണ് സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്, ദ സയൻസ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബെസ്റ്റ് ബി യൂസ്ഡ് ടു പ്രെഡിക്ട് ദ അച്ചീവ്മെന്റ് ഓഫ് എ സ്റ്റുഡൻറ്? അതായത് താഴെ തന്നിരിക്കുന്ന കുറച്ച് ടെസ്റ്റുകളാണ്, അതിൽ ഏതാണ് ഒരു കുട്ടിയുടെ അച്ചീവ്മെന്റ് ഓഫ് എ സ്റ്റുഡൻറ് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്റലിജൻസ് ടെസ്റ്റ്, ഓപ്ഷൻ ബി ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആൻഡ് ഓപ്ഷൻ സി ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഓപ്ഷൻ ഡി പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഉത്തരം ഓപ്ഷൻ എ ഇന്റലിജൻസ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയാസ് ഡു ഡെഫ് ചിൽഡ്രൻ ടെൻഡ് ടു ഷോ റിലേറ്റീവ് ഇൻഫീരിയോറിറ്റി ടു നോർമൽ ചിൽഡ്രൻ? ഓപ്ഷൻ എ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഓപ്ഷൻ ബി ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഓപ്ഷൻ സി അക്വസിഷൻ ഓഫ് നോളജ്, ഓപ്ഷൻ ഡി ഇമോഷണൽ ഡെവലപ്മെന്റ്. ഉത്തരം ഓപ്ഷൻ ബി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അതായത് ഒരു നോർമൽ ചിൽഡ്രൻസിനെ വെച്ച് നോക്കുമ്പോൾ ഡെഫ് ചിൽഡ്രൻസിന് താഴെ പറയുന്ന ഏത് ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ആണ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്? അതായത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് എവിഡൻസ് ഓഫ് ദ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഓഫ് ടീച്ചിങ് ഈസ് ദ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ദ ബെസ്റ്റ് എവിഡൻസ് ഓഫ് ദ പ്രൊഫഷണൽ സ്റ്റാറ്റസ് ഓഫ് ടീച്ചിങ് ഈസ് ദ ഡാഷ്. Option A, ability to conduct workshops. Option B, membership of a teaching organization. Option C, enforcement of high standards. Option D, fixing of salary schedule. ഉത്തരം ഓപ്ഷൻ സി, enforcement of high standards. അടുത്ത ക്വസ്റ്റ്യൻ, എ ടൈപ്പ് ഓഫ് ഒബ്സർവേഷൻ ഇൻ വിച്ച് ദ ഒബ്സർവർ ബിക്കംസ് ദ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് ആൻഡ് വിച്ച് ഹി വാണ്ട്സ് ടു ഒബ്സർവ്. ഓപ്ഷൻ എ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, ഓപ്ഷൻ സി കൺട്രോൾഡ് ഒബ്സർവേഷൻ, ഓപ്ഷൻ ഡി നാച്ചുറൽ ഒബ്സർവേഷൻ. ഉത്തരം ഓപ്ഷൻ എ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സെൻസ് ഈസ് ലീസ്റ്റ് ആക്റ്റീവ് ഇൻ എ ന്യൂ ബോൺ ബേബി? വിച്ച് സെൻസ് ഈസ് ലീസ്റ്റ് ആക്റ്റീവ് ഇൻ എ ന്യൂ ബോൺ ബേബി? ഓപ്ഷൻ എ ഓഡിറ്ററി, ഓപ്ഷൻ ബി വിഷ്വൽ, ഓപ്ഷൻ സി ടാക്ടൈൽ ആൻഡ് ഓപ്ഷൻ ഡി ഗസ്റ്റേറ്ററി. ഉത്തരം ഓപ്ഷൻ ബി വിഷ്വൽ. കേട്ടിട്ടിൻ്റെ കുറച്ചധികം മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്